നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്പിന്നർ പൈപ്സ്, മാനുഫാക്ചേഴ്സ് ഓഫ് HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല പട്ടാണിക്കാട് തെരുവുനായി സംരക്ഷണ കേന്ദ്രത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ്. മൃഗസംരക്ഷണത്തിനുള്ള കോടികളുടെ കേന്ദ്ര ഗ്രാന്റ് തട്ടിയെടുക്കാനുള്ള ഗൂഢശ്രമമെന്ന് ആരോപണം. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം കൈപ്പറ്റി നായകളെ പാർപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. കൂടുകൾ തകർത്ത് പുറത്തു ചാടുന്ന നായകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി സൃഷ്ടിക്കുന്നു. നഗരസഭാ സെക്രട്ടറിക്കെതിരെയും അഴിമതി ആരോപണം. വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ. കോൺഗ്രസ് സംഘം നായ വളർത്തൽ കേന്ദ്രം സന്ദർശിച്ചു. കിഫ്ബി മുഖേന 62 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പുരോഗമിക്കുന്ന പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞ് ജനങ്ങളെ ദുരിതത്തിന്റെ കൊടുമുടിയേറ്റുന്നു. തെക്കുംകര ഊരോക്കാട് മുതൽ അമ്പലപ്പാട് വരെ 2 കിലോമീറ്റർ ദൂരം കുടിവെള്ളം മുട്ടി നൂറുകണക്കിന് കുടുംബങ്ങൾ. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PR രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോറിഡോർ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തത് ജനങ്ങളെ പ്രയാസത്തിലാക്കുന്നതായി രാധാകൃഷ്ണൻ. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CPM നേതാവ്. വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാനൊരുങ്ങി ഉത്സവ കേരളം. പടക്ക വിപണിയിലെ അനിയന്ത്രിതമായ വിലവർധനവിന് തടയിട്ട് ജനകീയ സഹകരണ സ്ഥാപനം പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പടക്ക വിപണനശാല തുറന്നു. ഫാൻസി പടക്കങ്ങൾക്കായി പ്രത്യേക വിഭാഗം. ഗ്രീൻ മൈത്രി സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഏപ്രിൽ 23 വരെ പ്രത്യേക വിലക്കിഴിവ്. വിഷുക്കണിയോളം നിറച്ചാർത്തുമായി ഗ്രീൻ മൈത്രി ടെക്സ്റ്റൈൽസ്. പടക്ക വിപണനശാലയുടെ ഉദ്ഘാടനം PSC പ്രസിഡന്റ് CS സുരേഷ് ബാബുവും ആദ്യ വിൽപ്പന വൈസ് പ്രസിഡന്റ് VB പീതാംബരനും നിർവഹിച്ചു. മുളങ്കുന്നത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ HIV പരിശോധനയ്ക്ക് അത്യന്താധുനിക സംവിധാനങ്ങൾ. പരിശോധനാ കേന്ദ്രവും ജ്യോതിസ് കൗൺസിലിംഗ് സെന്ററും കൂടുതൽ സൗകര്യപ്രദമായ ഇടത്തിലേക്ക് മാറ്റി. ഇനി മുതൽ പീഡിയാട്രിക് സർജറി OPക്ക് സമീപം പ്രവർത്തനം. പ്രിൻസിപ്പൽ N. അശോകൻ ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടില്ലെന്ന് EDക്ക് ബോധ്യപ്പെട്ടതായി K. രാധാകൃഷ്ണൻ MP. തന്നെ ചോദ്യം ചെയ്തത് 1 മണിക്കൂർ മാത്രമെന്നും മാധ്യമങ്ങളോട്. ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകി. സ്വത്ത് വിവരങ്ങൾ, അക്കൗണ്ട് വിശദാംശങ്ങൾ കൈമാറി. വിളിച്ചാൽ ഇനിയും പോകുമെന്നും ആലത്തൂർ MP. ഒരു കാര്യവുമില്ല വേനൽ മഴ കൊണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ താപനില കുതിച്ചുയരും. പട്ടികയിൽ തൃശൂരും. മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 37 ഡിഗ്രി വരെ താപനില ഉയരുമെന്ന് റിപ്പോർട്ട്. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസുകളിൽ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന റവന്യൂ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കുമെന്ന് മന്ത്രി K. രാജൻ. റവന്യൂ വകുപ്പ് ഇനി ഈ സർവീസിലേക്ക് മാറുമെന്നും പ്രഖ്യാപനം. റവന്യൂ വകുപ്പിന്റെ ഈ സാക്ഷരതയിലൂടെ സംസ്ഥാനത്തെ 57 ലക്ഷം വീടുകളിൽ ഒരാൾക്ക് ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ അനിശ്ചിതത്വം. നടപ്പിലാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചു. ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാന തീരുമാനം.
സംസ്ഥാനത്ത് സ്കൂളുകളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സാക്കി ഉയർത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. ആഗോളവൽക്കരണ വിരുദ്ധ ഹ്രസ്വചിത്രം മയ്യൻ കാലത്തിന്റെ സംവിധായകൻ വിനോദ് കൃഷ്ണ വടക്കാഞ്ചേരിയിലേക്ക്. ഏപ്രിൽ 12-ന് കേരളവർമ്മ പൊതുവായനശാലയിൽ നടക്കുന്ന ഗ്രന്ഥവും ഗ്രന്ഥകാരനും ചർച്ചയിൽ പങ്കെടുക്കും. ബീഹാറിൽ ജനിച്ച വിനോദ് കൃഷ്ണ പോയട്രി ഇൻസ്റ്റലേഷൻ എന്ന നവീന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. ഈലം സിനിമയുടെ സംവിധായകനെ വരവേൽക്കാൻ അക്ഷരസ്നേഹികൾ. മുണ്ടത്തിക്കോട് രാജഗിരി സ്കൂളിന് സമീപം കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി അപകടം. പിതാവിനും മകൾക്കും പരിക്ക്. മുണ്ടൂർ സ്വദേശി ഇന്ദ്രസേനൻ, മകൾ അമൃത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ദ്രസേനന്റെ പരിക്ക് ഗുരുതരം. തൃശൂർ അശ്വനി ആശുപത്രിയിൽ ചികിത്സയിൽ. ഇരിങ്ങാലക്കുട തൊമ്മന പാടശേഖരത്ത് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞു. ഒഴിവായത് വൻ ദുരന്തം.